കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു കാര്യം ചെയ്യാം, സ്വർണം തിരികെ അവിടെ തന്നെ വെച്ചേക്കാം. പകരം അന്നത്തെ അത്രയും എമൗണ്ട് തന്നാ മതി. ശ്രീലക്ഷ്മിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോ പണം റെഡിയാക്കി വെച്ചോളൂ, ഞാൻ വിളിക്കാം. നീ എന്ത് ചെയ്യുന്നർത്ഥം? വെറുതെ നിന്നൊന്ന് കണ്ടിട്ട് പോവാന്നില്ലേ? എനിക്ക് രവി, നീ എന്തോ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. അത് നിനക്ക് ഇപ്പോഴാണോ തോന്നുന്നത്? എന്നാ എനിക്ക് സമാധാനം കിട്ടിയിട്ടുള്ളത് ശ്രീലക്ഷ്മി എൻ്റെ ഒപ്പം ജീവിച്ച കുറച്ച് നാളുകളിലല്ലാതെ. രവി, സത്യത്തിൽ ഞാൻ വന്നത് ശ്രീലക്ഷ്മിയുടെ കാര്യം കൂടി പറയാനാ. ഇന്നലെ രാത്രി സാന്ദ്ര മേഡം വന്ന് പറഞ്ഞ അതേ കാര്യവുമായാ ഞാനും വന്നിരിക്കുന്നത്. ഓഫീസിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ തീരുമാനത്തിൽ ഇനിയൊരു സംസാരം വേണ്ട എന്ന്. ഒരു കൂട്ടുകാരനെന്ന നിലയിലായാലും ബോസ് എന്ന നിലയിലായാലും നിന്റെ നല്ലത് മാത്രമേ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ നല്ലതെന്താണോ അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അധ്യായമാ ശ്രീലക്ഷ്മി. ഒരുപക്ഷെ രാജനന്ദിനെ കാണും. ഉള്ളടക്കം അറിയാതെ ഒരു പുസ്തകത്തെ വിലയിരുത്തുന്നത് പോലെയാ ഇപ്പോഴുള്ള നിന്റെ തീരുമാനം. നീ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പുനഃപരിശോധിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണമെന്നല്ലേ നീ പറയാറുള്ളത്? ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഇത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കേണ്ടത് നീയാ. വിശ്വസിച്ചിരുന്നു. നീ അടക്കം ഇത് ശ്രീലക്ഷ്മി അല്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു. പലപ്പോഴും ആ വിശ്വാസം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ന്യായീകരണങ്ങൾ കൊണ്ട് ഞാനത് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരേ ഒരു കാര്യം ഞാൻ നിന്നോട് ഉദാഹരണമായിട്ട് പറയാം. ഈ വീട്ടിൽ അല്പം മുമ്പ് നടന്നൊരു കാര്യം. ഞാനാ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് രാജനന്ദിനിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തോളാൻ. ഇനി പറ, എന്റെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? രവി, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ തിരക്കിയോ? എന്തിന്? മുന്നിൽ ഞാൻ കണ്ട കാര്യത്തിന് വേറെ എന്ത് സത്യാവസ്ഥ അറിയേണ്ടത്? പണത്തിനു വേണ്ടി വന്നവൾ പണമുണ്ടാക്കാൻ ഏത് മാർഗത്തിലും പോകും. നിൽക്കുന്നിടത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നല്ലാതെ വേറെ എന്ത് വിശദീകരണമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? രവി, ഞാൻ പറയുന്നത് ഇത് ശ്രീലക്ഷ്മി അല്ലെന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമായി കഴിഞ്ഞു രാജാറാം. കൺമണിയെ കാണിച്ച അത് ശ്രീലക്ഷ്മിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അല്പം സമയമെടുത്തിട്ടാണെങ്കിലും നീ അത് വിശ്വസിച്ചു. അതുപോലെ ഇപ്പൊ ശ്രീലക്ഷ്മി അല്ല എന്നുള്ള എന്റെ ബോധ്യത്തെയും നീ വിശ്വസിക്കണം. അത്രയും സമയമെടുക്കാതെ തന്നെ. നീ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സന്തോഷവും സമാധാനവുമാണ് നിനക്ക് ഏറ്റവും വലുതെങ്കിൽ നീ നിൽക്കേണ്ടത് എൻ്റെ ഒപ്പം.
സാർ എന്താ പറഞ്ഞത്? തീരുമാനത്തിൽ മാറ്റം എന്തെങ്കിലും? ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി. രവി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രത്യേകിച്ചും ഇന്ന് ശ്രീലക്ഷ്മി മാഡത്തിനെ സംശയാസ്പദമായ രീതിയിൽ കണ്ടത് രവിയുടെ തീരുമാനത്തെ ഒന്നുകൂടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആകെയുള്ള വഴി ഉള്ള സത്യം തുറന്നു പറയുക എന്നുള്ളതാ. ആ തുറന്നു പറച്ചിലൂടെ മാത്രമേ ഇനിയൊരു പുനർചിന്തയ്ക്ക് സാധ്യതയുള്ളൂ. ഇനി തുറന്നു പറഞ്ഞിട്ടും കാര്യമില്ല രാജറാം സർ. ഇന്നുണ്ടായ സംഭവത്തോടു കൂടി എന്റെ പ്രതീക്ഷയില്ലാതായി. വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവര് എന്നെ വിളിച്ചിരുന്നു. അവരാ രാജനന്ദനയുടെ സ്വർണം ആവശ്യപ്പെട്ടത്. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും പിന്നീട് ആലോചിച്ചപ്പോ ഞാനത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഇതിലും വലുതാകുമെന്ന് എനിക്ക് തോന്നി. അതാ എന്നെ ആ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് പക്ഷേ രവിസാറിന്റെ മനസ്സിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ ഞാൻ കള്ളിയ. അതുകൊണ്ട് സത്യം പറഞ്ഞാലും സാറിനെ അത് വിശ്വസിക്കില്ല. പിന്നെ പോകാനായി ഏറെക്കുറെ ഞാനും മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഞാൻ എവിടെയായാലും എന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തും. അതാ എന്റെ വിശ്വാസം. ശ്രീലക്ഷ്മി മാഡം, വിശ്വാസം രക്ഷയത്തിന് വരട്ടെ. ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പ്രശ്നങ്ങൾ നീളുക. അവസാനം തിരികെ കൈപിടിച്ച് കയറ്റാൻ പറ്റാത്ത വിധത്തിൽ ചുഴിയിൽ അകപ്പെട്ടു പോകരുത്. ആലോചനകൾക്ക് വിപരീതമായി ഒന്നും സംഭവിക്കുകയും ചെയ്യരുത്. ഏത് ആപത്ഘട്ടത്തിലും ശ്രീലക്ഷ്മി മേഡത്തിന് എന്നെ വിളിക്കാൻ. ഞാൻ ഇറങ്ങുന്നു. ശരി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മുഖം കണ്ടാലറിയാം ഉള്ളിൽ എന്താണെന്ന്. ജീവൻ കൊടുത്ത് സ്നേഹിച്ച പുരുഷനെ അകന്നു നിൽക്കേണ്ടി വരുന്നതിന്റെ ദുഃഖം പ്രകടമായി മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ലക്ഷ്യത്തെ മറികടക്കാനുള്ള വാശിയിൽ നിന്ന് അണപൊട്ടി ഒഴുകുന്ന കണ്ണീരിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ. ഇന്നലെ സൂര്യാസ്തമയം വരെ ചെയ്തതെല്ലാം ശരി. അതിനുശേഷം കാറും കോളും നിറഞ്ഞ മനസ്സിന് അടിമയായി മാറിക്കഴിഞ്ഞു. എന്തിനും പോന്ന മനസ്സുമായി തിരികെ വന്നവൾ. അസ്തമയ സൂര്യന്റെ ചുവപ്പ് നിറമുള്ള മുഖത്തോടു കൂടിയവൾ ഇപ്പോ 1000 അമാവാസിയുടെ തടവിൽ ശ്വാസം മുട്ടുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് അസ്തമിക്കേണ്ടവളല്ല നീ. പൊൻകിരണങ്ങളാൽ തേജസ്വിനിയായി ഉദിച്ചുയരേണ്ടവളാണ് നീ. ഈശ്വരനിശ്ചയവും നിന്റെ മനസ്സും ഇരുവഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് പരിഹാരം കാണേണ്ട സമയമിതാണ്. എനിക്കറിയില്ല ഈശ്വര്യമ്മേ, എന്താ ഇതിനൊരു പരിഹാരം എന്ന്. എന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നും ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും പുറത്തു പറയാൻ പറ്റാതെ മനസ്സ് നീറി നിൽക്കുക ഞാൻ. ഉദ്ദേശ തടസ്സം മാത്രമല്ല ശ്രീലക്ഷ്മിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അതിനു പിന്നിൽ സ്നേഹബന്ധം എന്നൊരു വലിയ ഘടകമുണ്ട്. സീമന്തരേഖയിൽ കുങ്കുമം തൊട്ട് ഹൃദയസ്പർശിയായി മാറിയവനെ പിരിഞ്ഞിരിക്കാനുള്ള വ്യസനം. ഇണയും തുണയുമായവനെ വേർപെട്ടു പോകാനുള്ള മടി. കണ്ണകന്നാൽ മനസ്സകലുമെന്നുള്ള ഒരു സാധാരണ പെൺകുട്ടിയുടെ ഉൾഭയം.
കണ്ണിനും മനസ്സിനും അപ്പുറം ഒരാത്മാവുണ്ട് എന്ന സത്യം തിരിച്ചറിയണം ശ്രീലക്ഷ്മി. ആ ആത്മാവിനാലാണ് നീ എന്ന പെൺകുട്ടിയുടെ ആരംഭം തന്നെ. പ്രണയത്തെ ആത്മാവിന് പോലും തളച്ചിടാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് നിന്റെ ജീവിതം. ആ ജീവിതത്തെ നീ നോക്കിക്കാണുന്ന രീതിയാണ് പ്രശ്നം. ആനയ്ക്ക് വലിപ്പവും ആരോഗ്യവും സ്വയം അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമായ അവസ്ഥ. ഈ വീട്ടിൽ നിന്ന് മാത്രമേ നിനക്ക് പുറത്തു പോകാനാകൂ. ആരുടെയും മനസ്സിൽ നിന്ന് പോകാനാവില്ല ശ്രീലക്ഷ്മി, പ്രത്യേകിച്ചും താലി കെട്ടിയവന്റെ. അതുകൊണ്ട് അങ്ങനെയൊരു മനപ്രയാസത്തിന്റെ ആവശ്യമില്ല. ആരും ആരിൽ നിന്നും അകലില്ല. ഒരിക്കലും വല വീശി പിടിക്കാനാകാത്ത മത്സ്യം ഇപ്പൊ നിന്റെ വലയിലാണ്. പിടിയഴിഞ്ഞാൽ വല പൊത്ത് അത് പുറത്തേക്ക് പോവും. പോകുന്ന പോക്കിൽ മുന്നിലുള്ളവരെയെല്ലാം അത് ആക്രമിക്കുകയും ചെയ്യും. രാഗസുധ ശ്രീലക്ഷ്മി പോരാട്ടം മുറുകി നിൽക്കുന്ന ഈ സമയത്ത് മറ്റൊന്നിനു വേണ്ടിയും നീ തളരേണ്ട കാര്യമില്ല. നിന്നെയും നിന്റെ മനസ്സിനെയും സർവശക്തൻ കാണുന്നുണ്ട്. നിന്റെ ഇപ്പോഴുള്ള പ്രശ്നം കേവലം കുറച്ചു സമയം മാത്രം. സൂര്യാസ്തമയത്തിൽ വ്യാഴവും ചന്ദ്രനും സംക്രമിച്ച് അപൂർവമായ നവപ്രപഞ്ചം രൂപാന്തരപ്പെടുന്നതോടെ കാര്യങ്ങൾ മാറിമറിയും. പദ്ധതികളെല്ലാം നിറവേറും. സങ്കടങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കുക. ബാക്കിയെല്ലാം അവിടുന്ന് ചെയ്തോളും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. താനിതൊരു റെഡിയായില്ലേ? ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ലേറ്റ് ആവും. സർ, ഞാനൊരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടരുത്. ഇപ്പൊ തന്നെ പോണോ സർ? വൈകുന്നേരം പോയാ പോരെ? അത്രയും സമയം കൂടി എനിക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ താനിവിടെ നിൽക്കണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടണം എന്നൊരു പ്രകടിപ്പിക്കാത്ത ആഗ്രഹവും എനിക്കുണ്ട്. ഇങ്ങനൊരു തീരുമാനമെടുത്തതിന് ശേഷം വല്ലാത്തൊരു ശ്വാസം മുട്ടൽ നിൽക്കുമ്പോഴും കടം വാങ്ങിയ സ്നേഹത്തിന്റെ പലിശയടക്കമുള്ള സമാധാനക്കേട് ഇപ്പോ തന്റെ മുഖം കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാം അവസാനിപ്പിക്കണം. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം. എങ്കിലേ അതും മറ്റുള്ളവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനാവും. ഉള്ള ഒരിറ്റ ആശ്വാസം ഞാൻ മനഃപൂർവ്വം ചവിട്ടിക്കെടുത്തുമ്പോഴും പിന്നെയും തീ ബാക്കിയുണ്ട് എൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ മനഃപൂർവ്വം ഇരന്നു വാങ്ങുന്ന ശിക്ഷയാണ്. നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ മറന്ന് നമ്മളോട് പെരുമാറുന്നവരെയല്ല, എവിടെയാണെങ്കിലും നമ്മളെ തേടി വരുന്നവരെയാണ് നിഴൽ പോലെ കൂടെ നിർത്തേണ്ടത് എന്ന് എൻ്റെ ജീവിതാധ്യായത്തിലെ അവസാനത്തെ വരി എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഞാനിവിടെ. അതുകൊണ്ട് ശ്രീലക്ഷ്മി, അല്ല, അതുകൊണ്ട് കൺമണി വേഗം റെഡിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല.
ഞാൻ താഴെ ഉണ്ടാവും. ലേശം വിഷമമില്ലാതെ തനിക്ക് ഇവിടുന്ന് പോകാം. അതുപോലെ ലവലേശം കുറ്റബോധമില്ലാതെ ഞാൻ തന്നെ യാത്ര അയക്കുകയും ചെയ്യും. ഇറങ്ങാറായോ മോനെ? ആ ആയമേ. നീ ശ്രീലക്ഷ്മി അവിടം വരെ കൊണ്ടുവിടേണ്ടതായിരുന്നു. അവൾ ഒറ്റയ്ക്ക് അങ്ങനെ യാത്രയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. മാത്രമല്ല നീ കൂടെ ഉണ്ടെങ്കിൽ അത് അവൾക്കൊരു ആശ്വാസമായേനെ. ഇത് ആ മുറിയിൽ തന്നെ ഞാൻ തിരികെ വെക്കാൻ പോവാ. അതെന്താ ശ്രീലക്ഷ്മി, ഏതോ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കേരള സംസ്കാരത്തിന്റെ മോഡലാകേണ്ടി വന്ന പഴമയുള്ള ആഭരണങ്ങൾ വേണ്ടേ? അതപ്പം നോക്കാം. ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകുന്നില്ല. പോവാൻ സമയമായി. ഇനി ഈ വാതിൽ കടന്ന് ഒരിക്കലും വരാൻ പറ്റുമെന്നൊരു ഉറപ്പും വിശ്വാസവും എനിക്കില്ല. നാളൊരു സമയത്ത് രാജനന്ദിനിയെ പോലെ ഒരു ഫോട്ടോ മാത്രമായി ഞാനും ഈ വീട്ടിൽ അവശേഷിക്കും. അങ്ങനെ കെടാവിളക്കിന്റെ പതിഞ്ഞ വെളിച്ചത്തിൽ ഒരു ചുവർ ചിത്രമാവുന്നതിന് മുൻപ് നീ എന്നെ ഏൽപ്പിച്ച പലതും ചെയ്യാൻ ബാക്കിയുണ്ട് എനിക്ക്. ശരീരം മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. മനസ്സും പ്രാണനും ഇവിടെ തന്നെയുണ്ട്. ഞാനും നീയും ഒന്നാണെന്ന വിശ്വാസത്തിൽ ജീവിച്ച എനിക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. പോകുന്നതിന് മുൻപ് ഒരു ഉത്തരം രാജനന്ദിനി കണ്ടെത്തി തരണം.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. ശ്രീലക്ഷ്മി വാ. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും? ബാംഗ്ലൂർക്ക്. ആ തവന്നേ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശ്രീലക്ഷ്മി വെറുതെ ഓരോന്നും പറയുന്നത് ഇറങ്ങാൻ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ വന്നത് ഈ വീട്ടിൽ താമസിക്കാനാ, എന്റെ ഭർത്താവിനോടൊപ്പം. ഞാൻ ഒരാളെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും അകന്ന് ജീവിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. എന്താ മോളെ, മോൾക്ക് പോകാൻ ഇഷ്ടമില്ലേ? അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രവി ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നല്ലോ. ശ്രീലക്ഷ്മി, രവി, ശ്രീലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ പോകണ്ടെന്ന് വെക്കേ. അതല്ല അമ്മേ, ഇന്ന് പോയില്ലെങ്കിൽ കോഴ്സിന്റെ. എന്റെ ഭർത്താവിനെക്കാളും വലുതല്ല എനിക്കൊന്നും. അല്ല മോളെ, രവി ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. പ്രണയത്തിന് വേണ്ടി ജനിച്ചതല്ല, 20 വർഷത്തോളം കാത്തിരുന്നിട്ടാ എന്റെ സ്വപ്നം നിറവേറിയത്. പ്രണയിച്ച് കൊതി തീരാതെ ഒരിക്കൽ കൂടി തോറ്റു മടങ്ങാൻ ഞാനില്ല. ഈശ്വരൻ എനിക്ക് തന്ന ഈ ജന്മം പുനർജന്മത്തിലൂടെ സഫലമാക്കിയത് തോന്നുമ്പോ ഇല്ലാതാക്കാനല്ല, അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. മറ്റാരും ചെയ്യാൻ ഇനി ഞാൻ അനുവദിക്കുകയില്ല. അത് ഞാനും ഈശ്വരനും തമ്മിലുള്ള ഉടമ്പടിയാ. ഒരു മനുഷ്യനാലും മാറ്റാൻ പറ്റാത്ത ദിവ്യമായ വ്യവസ്ഥകളാൽ ഉണ്ടാക്കിയ ഉടമ്പടി. ഞാനിപ്പോ പോയാ ഞാനും രവിയും തമ്മിൽ അകലാൻ വേണ്ടിയല്ല ഞങ്ങൾ ഒന്നിച്ചത്. എന്റെയും രവിയുടെയും പ്രണയത്തിനിടയ്ക്ക് ഒരു നൂലിഴ അകലം പോലും ഉണ്ടാവാൻ പാടില്ല.